ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ സ്വന്തം ദേശത്ത് സിനഗോഗിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യർ യേശുവിൽ വിസ്മയഭരിതരാവുകയാണ് അവിടുത്തെ വചനങ്ങൾ കേട്ടിട്ട്. എന്നാൽ അവർക്ക് അവനിൽ ഇടർച്ച ഉണ്ടാവുകയാണ്. ഇടർച്ച ഉണ്ടായതിൻ്റെ കാരണം എന്ന് പറയുന്നത് യേശുനാഥൻ അവർക്ക് സുപരിചിതനായിരുന്നു. അതുകൊണ്ട് അവർ പറയുകയാണ്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ എങ്ങനെയാണ് ഈ ബുദ്ധിയും ശക്തിയൊക്കെ കിട്ടിയത്? അപ്പോൾ അവരൊരിക്കലും യേശുനാഥൻ പറയുന്നത് എന്താണെന്നല്ല സ്വീകരിക്കുന്നത്, ആരാണ് യേശു എന്ന് വിലയിരുത്തുകയാണ്. അപ്പം ചില മുൻധാരണകളാണ് ഇവർക്കുള്ളത്. ഈ തച്ചൻ്റെ മകൻ എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത്? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അവൻ പറയുന്ന വാക്കുകൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അവൻ്റെ ജീവിതത്തിനും അവൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കൊക്കെയാണ്. ഇവിടെ നമ്മൾ നേരെ തിരിച്ച് യേശുനാഥനെ നോക്കുമ്പോൾ ഒരു മുൻവിധിയുമില്ലാതെ അവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് അവിടെ നിന്ന് വരികയാണ്. സ്വന്തം ജനം തന്നെ സ്നേഹിക്കുമെന്നുള്ള സ്നേഹത്തിൻ്റെ ഓർമ്മകളിൽ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ തിരസ്കരിക്കുന്ന സ്വന്തം ജനത്തെ നമ്മൾ കാണുകയാണ്. എന്നാൽ പിന്നീട് സുവിശേഷത്തിൽ നമ്മൾ കാണും അനേകായിരങ്ങൾ യേശുനാഥനിലേക്ക് വരുന്നുണ്ട്, യേശുനാഥനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം ജനം അവനെ തിരസ്കരിക്കുകയും മറ്റുള്ള ജനങ്ങൾ അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന ചില തെറ്റുകളാണ്. ദൈവം നമ്മുടെ സ്വന്തം ദൈവത്തെ നമ്മൾ തിരസ്കരിക്കുകയും അന്യരുടെ പിന്നാലെ പോവുകയും എന്നാൽ അന്യരായ ഒത്തിരി അനേകം മനുഷ്യർ ക്രിസ്തുവിൻ്റെ പിന്നാലെ വരുന്നതും നമ്മളിത് കാണുന്നുണ്ട്. നമുക്കും ചില മുൻവിധികളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളിലെ ദൈവിക ഇടപെടലുകളെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ദൈവം അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മളെ സ്നേഹം പ്രകടമാക്കുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാതെ അസ്വാഭാവികമായ ചില കാര്യങ്ങൾക്ക് പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നു. അപ്പോൾ അവിടുന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ സ്വന്തം ജനത്തിൽ അവരിൽ ഒരാളെ അവൻ ഇടപെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലുകളെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിൽ നിന്ന് അകന്ന് ദൂരെ മാറിപ്പോകുന്നത്, ഞാൻ ക്രിസ്തുവിൽ ഇടറുന്നത്. അവനാകട്ടെ മുൻപതികളൊന്നുമില്ലാതെ എന്നെ സ്നേഹിക്കാൻ തയ്യാറാവുകയാണ്. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതം. അദ്ദേഹവും വലിയൊരു പ്രഭു കുടുംബത്തിൽ പിറന്ന് എന്നാൽ അത്ര ദൈവവിശ്വാസമൊന്നും ഇല്ലാതിരുന്ന് ജീവിച്ചിരുന്ന അദ്ദേഹം ഒരു യുദ്ധത്തിൽപ്പെട്ട് ഒരു വലിയൊരു അസുഖത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ബൈബിൾ വായിക്കുകയും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിൽ തിരിച്ചറിയുകയുമാണ്. പിന്നീട് അങ്ങോട്ട് അവൻ്റെ ജീവിതം മാറി മറിയുന്നുണ്ട്. അവൻ്റെ ജീവിതത്തിലെ ആ യുദ്ധമേഖലയിൽ പോലും ഇടപെട്ട ദൈവത്തെ തിരിച്ചറിയുകയാണ്. അവനുണ്ടായ മുറിവുകളിലൂടെ അവൻ ക്രിസ്തുവിനെ തിരിച്ചറിയുകയാണ്. പിന്നീട് അവൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുന്നുണ്ട്. പിന്നെ അവൻ ക്രിസ്തുവിൻ്റെ സ്വരമായി മാറുന്നുണ്ട്. അവനിലൂടെ ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന വലിയ ഒരു പ്രൊഫസർ ക്രിസ്തു മാർഗത്തിലേക്ക് തിരികെ വരികയും പിന്നീട് അവരെല്ലാവരും ചേർന്ന് ജെസ്യൂട്ട്സ് എന്ന സഭ സ്ഥാപിച്ച് ഈശോ സഭ സ്ഥാപിച്ച് ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ വചനം വ്യാപരിപ്പിക്കുന്ന മനുഷ്യരായി മാറുകയാണ്. അപ്പോൾ അവർ ഈ സാധാരണ ജീവിതത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ മനുഷ്യരാണ്. ഫ്രാൻസിസിൻ്റെ ജീവിതം മാറിയത് ഇഗ്നേഷ്യസിൻ്റെ ഈ അനുദിനമുള്ള വചനം കേട്ടിട്ടാണോ? എപ്പോഴും ഫ്രാൻസിസിനോട് അദ്ദേഹം ചെന്ന് പറയാറുണ്ടായിരുന്നു, നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്താണ് പ്രയോജനം? ചെറിയ സാധാരണ ഒരു വചനമാണ് ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ട്. ഇഗ്നേഷ്യസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച തിരുവചനങ്ങൾ. അപ്പോൾ ജീവിതത്തിൽ ഇടപെടുന്ന ക്രിസ്തുവിൻ്റെ ഇടപെടലുകൾക്ക് സ്വരം കൊടുക്കാൻ, അത് എവിടെ നിന്നും എങ്ങനെയുള്ള ആളുകൾ പറയുന്നു എന്നതിനല്ല, അവൻ്റെ വചനത്തെ സ്വീകരിക്കാൻ, മുൻവിധികളൊന്നുമില്ലാതെ അവൻ്റെ വചനത്തെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇഗ്നേഷ്യസിനെ പോലെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.